താമരയും തുളസിയും. കൃഷ്ണന് പ്രിയപ്പെട്ട താമര എങ്ങനെയാണ് ചെളിയിൽ വളരാൻ ഇടവന്നത്? ആദ്യമെല്ലാം സ്വച്ഛമായ ശുദ്ധജലത്തിലായിരുന്നു താമര വളർന്നിരുന്നത്. ചതുർഭുജനായ ശ്രീഹരിയുടെ ഒരു കൈയിൽ താമരപ്പൂ ഉണ്ടാവും. ശംഖ് ഭഗവാന്റെ ആഗമനത്തെ അറിയിക്കാനും ഗദയും ചക്രവും ദുഷ്ടനിഗ്രഹത്തിനും വേണ്ടിയാണ്. എന്നാൽ ഭക്തവാത്സല്യത്തിന്റെ ചിഹ്നമായാണ് ഭഗവാൻ താമരപ്പൂ കയ്യിൽ വെച്ചിരിക്കുന്നത്. അത് താമരയ്ക്ക് മനസ്സിലായില്ല. ഭഗവാന് ഒരു ഉപയോഗവുമില്ലാത്ത തന്നെ സദാ കയ്യിൽ പിടിച്ചിരിക്കുന്നത് തൻ്റെ സൗന്ദര്യം കാരണമാണ് എന്ന് താമരയ്ക്ക് അഭിമാനം തോന്നി. താമര നോക്കുമ്പോൾ ഒരു ഭംഗിയുമില്ലാത്ത തുളസിയില ഭഗവാന്റെ കാൽക്കൽ കിടക്കുന്നു. താമരയ്ക്ക് തുളസിയോട് പരിഹാസം തോന്നി. ഒട്ടും സൗന്ദര്യമില്ലാത്ത നീ ഭഗവാന്റെ കാല് പിടിച്ചാലും ഭഗവാൻ നിന്നെ ഒന്ന് കാണുന്നത് പോലുമില്ല എന്ന് പറഞ്ഞു കളിയാക്കി. തുളസി ഒന്നും മിണ്ടിയില്ല. കാരണം താൻ അനുഭവിക്കുന്ന ആനന്ദം ഈ താമരയ്ക്ക് എങ്ങനെ അറിയുവാനാവും? എത്രയെത്രയോ ഭക്തവൃന്ദങ്ങൾ അവരുടെ ഭക്തി ഈ തൃപ്പാദങ്ങളിലാണ് സമർപ്പിക്കുന്നത്. അതിൻ്റെ മാധുര്യം ഒരൽപ്പം നുകരാനായത് ഈ പാദസേവ ചെയ്തതുകൊണ്ടല്ലേ? ഭക്തിയുടെ മാധുര്യം അറിയാനായി ഭഗവാൻ തന്നെ ഒരു ഉണ്ണിയായി തൻ്റെ കാൽവിരൽ നുണഞ്ഞതല്ലേ? ശ്രീശുകർ തുടങ്ങിയ ഋഷീശ്വരന്മാർ പ്രേമത്തോടെ ഭഗവാന്റെ കാരുണ്യത്തെ വർണ്ണിക്കുമ്പോൾ അവരുടെ നേത്രങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന ആനന്ദാശ്രുക്കൾ ഈ തൃപ്പാദങ്ങളിലാണ് പതിക്കുന്നത്. ആ അശ്രുവിൽ നിന്ന് ധരിക്കുന്ന ഒരംശം ഈ പാദതുളസിയുടെ ശരീരത്തെ പുളകം കൊള്ളിക്കുന്നു. സാക്ഷാൽ ശ്രീ ഭഗവതി ഭഗവാന്റെ കാലിലെ പാദസരമായി ഉൾപ്പുളകത്തോടെ തൻ്റെ കാതിൽ പദഭജനം ശ്രേയ പദഭജനം ശ്രേയ എന്ന് ഭജിക്കുന്നത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചത് ഈ തൃക്കാലുകളെ ആശ്രയിച്ചുകൊണ്ടല്ലേ? ഭഗവാൻ എന്നെ കാണുന്നില്ലെങ്കിൽ വേണ്ട, എനിക്കെന്നും ഈ പാദസേവ മാത്രം മതി. തുളസി മൗനത്തിലൂടെ പറഞ്ഞത് താമരയ്ക്ക് മനസ്സിലായില്ല. പക്ഷേ ഭഗവാൻ അതറിഞ്ഞു. ഭഗവാൻ പ്രതികരിച്ചു. സ്വച്ഛമായ ശുദ്ധജലത്തിലാണ് വളർന്നതെങ്കിലും നിന്റെ ഉള്ളു നിറയെ മാലിന്യം നിറഞ്ഞതാണ്. അതിനാൽ നീ ഇനി ചെളിയിൽ വളരാൻ ഇടവരട്ടെ എന്ന് പറഞ്ഞ് കയ്യിലെ താമരയെ ഉപേക്ഷിച്ചു. താമരയ്ക്ക് പശ്ചാത്താപമായി. തൻ്റെ മനോഹാരിതയും ഭഗവാൻ പകർന്നു നൽകിയതാണെന്ന വാസ്തവം താൻ മറന്നുപോയി. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് തന്നെ ചേർത്ത് പിടിച്ചതെന്ന് മനസ്സിലാക്കാതെ അഹങ്കരിച്ചു. താമര ഭഗവാന്റെ കാലിൽ വീണു മാപ്പ് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ചെളിയിൽ വളർന്നാലും നിന്റെ ശ്രേഷ്ഠത ഒരിക്കലും നശിക്കില്ല. ഒരിക്കൽ എൻ്റെ ഭക്തനായ ഗജേന്ദ്രൻ പ്രേമത്തോടെ എനിക്കായി നിന്നെ സമർപ്പിക്കുമ്പോൾ നീ വീണ്ടും എൻ്റെ കയ്യിൽ എത്തിച്ചേരും. എൻ്റെ സാമീപ്യം നിനക്ക് ലോകത്തിൽ എന്നോടൊപ്പം സ്ഥാനം നേടിത്തരും. ഭഗവാന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന തത്വം. നമ്മുടെ ഓരോ നേട്ടവും ഭഗവാന്റെ കാരുണ്യമാണ് എന്നതും നമ്മൾ ഓർക്കുക.